വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ എമ്പുരാൻ തിരുത്തി. പുതിയ പതിപ്പ് നാളെ മുതൽ പ്രദർശനത്തിനെത്തും. വോളണ്ടറി മോഡിഫിക്കേഷനാണ് പൂർത്തിയായത്. സെൻസർ ബോർഡ് നിയമം 31 പ്രകാരമാണ് ചിത്രത്തിൽ തിരുത്തലുകൾ വരുത്തിയത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ വിവാദങ്ങൾക്കൊടുവിൽ എമ്പുരാന്റെ വോളണ്ടറി മോഡിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞു. പുതിയ പതിപ്പ് നാളെ മുതൽ തിയേറ്ററുകളിലെത്തും, അല്ലേ? അങ്ങനെയാണ് കെ പി. കാരണം വ്യാഴാഴ്ച വരേക്കുള്ള സമയത്തിനിടയിൽ ഇത് പൂർണ്ണമായും എത്തും എന്നുള്ളതായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരേക്കുള്ള ഒരു വിവരം എന്ന് പറയുന്നത്. എന്നാൽ പിന്നീട് അതിൽ വലിയ മാറ്റങ്ങൾ വന്നു. കാരണം ഇന്ന് തന്നെ ഈ മോഡിഫിക്കേഷൻസ് എല്ലാം പൂർത്തിയാക്കി ഇതിൻ്റെ ഒരു ഫൈനൽ കട്ട് പുറത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫൈനൽ കട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്ന്, അല്ലെങ്കിൽ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചതിൻ്റെ ഫൈനൽ കട്ടിംഗ് പൂർത്തിയായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുവരെയുള്ള എല്ലാ മോഡിഫിക്കേഷനുകളും പൂർത്തിയായിരിക്കുന്നു. സെൻസർ ബോർഡ് നിർദ്ദേശിച്ച, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വിവാദമായി മാറിയിട്ടുള്ള വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിവാക്കേണ്ടവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വിവാദ പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തുകൊണ്ട് ഒക്കെയുള്ള, അല്ലെങ്കിൽ അതിനൊപ്പം തന്നെയാണ് ഈ പ്രതിനായക കഥാപാത്രത്തിന്റെ പേര് മാറ്റിക്കൊണ്ടൊക്കെയുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. വോളണ്ടറി മോഡിഫിക്കേഷൻ സെൻസർ ബോർഡ് നിയമത്തിന്റെ 31-ാം വകുപ്പ് പ്രകാരമാണ് ഇത്തരത്തിൽ നിർമ്മാതാക്കൾ തന്നെ സ്വമേധയാ മോഡിഫിക്കേഷൻ തയ്യാറാക്കുന്ന ഒരു സംവിധാനമുള്ളത്. ആ സംവിധാനത്തിന്റെ പ്രകാരം, ആ നിയമത്തിന്റെ വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എമ്പുരാനിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. നാളെ മുതൽ തന്നെ, അത് എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത പറയാൻ കഴിയില്ല. കാരണം ഇതിന്റെ ഫൈനൽ കട്ടൊക്കെ പൂർത്തിയായിട്ടുണ്ടെങ്കിലും അവസാന നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിച്ച് എല്ലാ തിയേറ്ററുകൾക്കും എത്തിക്കുന്ന സമയം എപ്പോഴായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ മണിക്കൂറിലും വ്യക്തതയില്ല. പക്ഷേ നാളെ മുതൽ തിയേറ്ററുകളിലേക്ക് എമ്പുരാന്റെ പുതിയ പതിപ്പ് പ്രദർശനത്തിന് എത്തുന്നു എന്നുള്ളതാണ്. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള, മോശം പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ വളരെ വലിയ രീതിയിൽ ദേശവിരുദ്ധം എന്നടക്കം വിമർശനം ഉയർന്നിട്ടുള്ള പല ഭാഗങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ പതിപ്പായിരിക്കും എന്തായാലും നാളെ മുതൽ ഈ തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് എപ്പോൾ മുതൽ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അത്തരം കാര്യങ്ങളൊക്കെ നാളത്തോടെ നമുക്ക് വ്യക്തമാകും. അതോടൊപ്പം തന്നെയാണ് നേരത്തെയും ഈ 17ഓളം ഭാഗങ്ങൾക്ക് കത്തിവെക്കണം എന്നുള്ളതായിരുന്നു, അല്ലെങ്കിൽ കട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു നേരത്തെ പുറത്തു വന്ന വിവരം. അതൊക്കെയുള്ള മാറ്റങ്ങൾ നാളെ തിയേറ്ററുകളിൽ പുതിയ പതിപ്പ് എത്തുമ്പോൾ മാത്രമാണ് വ്യക്തമാകുക. ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, നിർദ്ദേശ ഭാഗങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാകുക നാളെ മാത്രമാണ്. പക്ഷേ എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഈ രീതിയിൽ ഈ പറയുന്ന രീതിയിൽ വോളണ്ടറി മോഡിഫിക്കേഷൻ നിർമ്മാതാക്കളടക്കമുള്ളവർ തയ്യാറാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ആ സിനിമയുടെ മാറ്റങ്ങളോടെ അത് പൂർത്തിയായിരിക്കുന്നു. മാറ്റങ്ങൾ വരുത്തുന്ന എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുന്നു. നാളെ അത് തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഈ വിഷയത്തിൽ ഖേദപ്രകടനവുമായി മോഹൻലാൽ രംഗത്ത് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വിഷയത്തിൽ, അതായത് ഈ പറയുന്ന ചർച്ചയായിരിക്കുന്ന ചില രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ, ചില സാമൂഹിക വിഷയങ്ങളൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന ചിലർക്ക് അത് വിഷമമുണ്ടാക്കി, അല്ലെങ്കിൽ മനോവിഷമം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതിൽ തനിക്ക് ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരുന്നു. അങ്ങനെ ആ ഖേദപ്രകടനവും വന്നു. അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ പതിപ്പ്, തിരുത്തിയ പതിപ്പ് നാളെ മുതൽ തിയേറ്ററുകളിൽ എത്തുകയാണ്. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.